വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചു. നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘടിതമായ രീതിയിൽ അതിൻ്റെ നിവേദനം കൊടുത്തു. ആ നിവേദനം കൊടുത്തതൊക്കെ നിങ്ങൾക്കറിയാം, പുറത്തു വന്നിട്ടുള്ളതാണ്. പക്ഷേ പാർട്ടി നേതൃത്വം അത് ഗൗരവമായിട്ട് പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അല്ല, വരും കാലങ്ങളിൽ പേയ്മെൻറ്റ് സീറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വരും കാലങ്ങളിൽ നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. വരും ദിവസങ്ങളിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വരും. യാതൊരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിയുന്നതോടുകൂടി ഇതിൻ്റെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നിങ്ങൾക്ക് വടക്കാഞ്ചേരിയിൽ കാണാം. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കേവലം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി നിയമനം. പരിചയസമ്പത്തും ജനസമ്മതിയും വിജയസാധ്യതയുള്ളവരെ മാറ്റി നിർത്തി വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം സീറ്റ് കേവലം ഒരു പേയ്മെന്റ് സീറ്റാക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് 20 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ച അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ് രാജിവെച്ചതെന്ന് പറഞ്ഞു. KSU തെരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് BJP ശക്തി ഉണ്ടായിരുന്നെങ്കിൽ BJPയിലേക്ക് പോകാമായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. എന്നോട് വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞത്. അന്ന് BJP ഇത്രമേൽ ശക്തമല്ല. 2014 ശേഷമാണ് BJPയിൽ മാറ്റം വന്നു തുടങ്ങിയത്. അപ്പോൾ 2012 തന്നെ BJPയിലേക്ക് പോകാനുള്ള ആശയം പങ്കുവച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.